എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഇന്ന് രാത്രി 12 മണിയോടെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുക. നിലവിൽ ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 8-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂലൈ 9-ാം തീയതി അതായത് ജൂലൈ 8-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂലൈ 9-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കുക. ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യം എന്താണ് അതിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു HSCAP വെബ്സൈറ്റിൽ നിലവിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ കാണുന്നില്ലേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ കാണാത്തത് റിസൾട്ട് വരാത്തത് കൊണ്ടാണ്. അപ്പോൾ റിസൾട്ട് ഇന്ന് രാത്രി 12 മണിയോടെയോ അല്ലെങ്കിൽ ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈമിലേക്കോ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതുപോലെ തന്നെ SWS എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ളത് ആ ഒരു ഫ്രണ്ട് ലോഗിൻ ചെയ്ത് പോകുന്ന ആ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കും റാങ്ക് ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ വല്ല റിസർവേഷൻ ആണെങ്കിൽ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം വിദ്യാർത്ഥികൾ, അതുപോലെ EWS റിസർവേഷൻ വെച്ചിട്ടുള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തെടുത്താൽ മതി. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് അതിലെഴുതി അതിനുശേഷം സൈഡിലായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി ഇടുക, അതായത് പേരിനടിയിലായിട്ട് സിഗ്നേച്ചർ കൂടി ഇടുക. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് സെൽഫ് അറ്റസ്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ജൂലൈ 9-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ. ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.